സെൻ ഗുരുക്കന്മാരുടെ ധ്യാനകഥകൾ. AD 6-ാം നൂറ്റാണ്ടിൽ ചെന്നൈയിൽ ജീവിച്ചിരുന്ന ഒരു ബുദ്ധ സന്യാസിയാണ് ബോധിധർമ്മൻ. അദ്ദേഹം ഒരിക്കൽ ചെന്നൈയിൽ നിന്ന് ചൈനയിലേക്ക് യാത്ര പോയി. ചൈനയിലെത്തിയ അദ്ദേഹം അവിടുത്തെ ബുദ്ധ ഭിക്ഷുക്കളെ ധ്യാനം അഭ്യസിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം ഏതാണ്ട് 9 വർഷക്കാലം ചൈനയിൽ ബുദ്ധ സന്യാസിമാരെ ധ്യാനം പരിശീലിപ്പിച്ച് കഴിഞ്ഞുകൂടി. 9 വർഷത്തിന് ശേഷം തിരികെ നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പായി തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഗുരു ചോദിച്ചു, നിങ്ങൾ ധ്യാനം അഭ്യസിച്ചിട്ട് എന്ത് നേടി എന്ന് എനിക്കറിയണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ധ്യാനത്തിലൂടെ വെളിവായ ധാരണ എന്തെന്ന് എന്നെ പറഞ്ഞു കേൾപ്പിക്കണം. അങ്ങനെ ശിഷ്യന്മാർ ഓരോരുത്തരായി വന്ന് അവരവർക്ക് വെളിപാടായി കിട്ടിയ ധാരണ, അറിവ് ഗുരുവിനോട് പറഞ്ഞു. ഒന്നാമത്തെ ആൾ പറഞ്ഞത്, ഗുരു, സത്യം എന്നത് ഉള്ളതെന്നോ ഇല്ലാത്തതെന്നോ ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത ഒരു പ്രഹേളികയായിട്ടാണ് എനിക്ക് തെളിഞ്ഞു കിട്ടിയത്. ബോധിധർമ്മൻ ഇത് കേട്ടിട്ട് പറഞ്ഞു, ശരി, ഞാൻ നിനക്കെന്റെ തോല് തന്നിരിക്കുന്നു, അഥവാ എൻ്റെ ചർമ്മം നിനക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞത്, ശ്രീബുദ്ധന്റെ ഉറ്റ ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്ന ആനന്ദ ഭിക്ഷുവിനുണ്ടായ ബോധോദയത്തെ അനുസ്മരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഗുരു, ആനന്ദ ഭിക്ഷുവിന് ലഭിച്ച ബോധോദയം അത് തന്നെ പരമമായ സത്യം. ആ അവസ്ഥയിലെത്തിയാൽ പിന്നെ തിരിച്ചുപോക്കില്ല. നമ്മൾ സത്യത്തിലാണ്ട് അത് തന്നെയായി അതിലമർന്ന് അങ്ങനെ കഴിഞ്ഞുകൂടും. ഇത് തന്നെ പരമമായ സത്യമെന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. ഇത് കേട്ട് ബോധിധർമ്മൻ പറഞ്ഞു, ഞാൻ നിനക്ക് എൻ്റെ മാംസം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മൂന്നാമതായി വന്ന ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞത്, ഗുരു, പഞ്ചഭൂതങ്ങളിൽ പെട്ടതാണല്ലോ അഗ്നിയും ജലവും ഭൂമിയും കാറ്റും അഥവാ വായുവും. ഈ 4 ഭൂതങ്ങളും അഞ്ചാമത്തെ ഭൂതമായ സൂക്ഷ്മഭൂതമായ ആകാശത്തിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ആ സൂക്ഷ്മമായ ആകാശം തന്നെ പരമമായ സത്യം എന്നാണ് എനിക്ക് തെളിഞ്ഞു കിട്ടിയത്. ബോധിധർമ്മൻ ഇത് കേട്ടിട്ട് പറഞ്ഞു, നിനക്ക് ഞാൻ എൻ്റെ അസ്ഥി തന്നിരിക്കുന്നു. പിന്നീട് വന്നത് ഏക എന്നു പേരുള്ള ഒരു ശിഷ്യനായിരുന്നു. അദ്ദേഹം
ഗുരുവിനെ വണങ്ങിയ ശേഷം ഒന്നും സംസാരിക്കാതെ മൗനമായി മൗനത്തിൽ അമർന്ന് വളരെ നേരം ഗുരുവിന് മുമ്പിൽ ഇരുന്നു. ഇത് ശ്രദ്ധിച്ച ബോധിധർമ്മൻ അവനോട് പറഞ്ഞു, ഹേ ശിഷ്യ, ഞാൻ നിനക്ക് എൻ്റെ മജ്ജ തന്നിരിക്കുന്നു എന്ന്. ബോധിധർമ്മൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതിൻ്റെ പൊരുൾ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ശിഷ്യന് ധ്യാനത്തിലൂടെ സത്യത്തിന്റെ പുറമേയുള്ള ഉപരിപ്ലവമായ ഒരു ധാരണയെ ലഭിച്ചിട്ടുള്ളൂ എന്ന് ബോധധർമ്മന് മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹം ചർമ്മം തരാമെന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ശിഷ്യനാവട്ടെ കുറച്ചുകൂടെ ആഴത്തിൽ സത്യത്തെ മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് അവന് മാംസം തരാമെന്ന് പറഞ്ഞു. മൂന്നാമത്തേവനാകട്ടെ കുറച്ചുകൂടെ ഉറച്ച ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ബോധധർമ്മൻ അവന് തന്റെ അസ്ഥി വാഗ്ദാനം ചെയ്തു. എന്നാൽ നാലാമത് വന്ന ഏകയാകട്ടെ അവൻ പരിപൂർണനായി ഒന്നും മിണ്ടാനാവാത്ത അവസ്ഥയിൽ സത്യത്തിൽ അമർന്ന് മൗനിയായിട്ട് അവൻ പരിപൂർണമായി സത്യത്തെ അറിഞ്ഞവനായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവന് ബോധിധർമ്മൻ തന്റെ മജ്ജ തരാമെന്ന് പറഞ്ഞത്. ബോധിധർമ്മൻ അഭ്യസിപ്പിച്ച ധ്യാന പരിശീലനത്തിന്, ധ്യാന മാർഗത്തിന് ചൈനയിൽ പിന്നീട് വളരെ പ്രചാരം ലഭിക്കുകയുണ്ടായി. ചൈനക്കാർ ധ്യാനം എന്നുള്ളത് ഉച്ചരിക്കുമ്പോൾ ചാൻ എന്ന് അവർക്കത് വഴങ്ങത്തുള്ളൂ, ചാൻ. അപ്പോൾ ചൈനയിലെ ധ്യാനമാർഗത്തിന് ചാൻ എന്നും പിന്നീട് അത് കടൽ കടന്ന് ജപ്പാനിലെത്തിയപ്പോൾ അവർക്ക് സെൻ എന്നുമാണ് തിരിഞ്ഞത്, സെൻ. അങ്ങനെ ഈ രണ്ട് രാജ്യങ്ങളിലും ഈ സെൻ അല്ലെങ്കിൽ ചാൻ ഗുരുശിഷ്യ പരമ്പരകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വളരെയധികം കഥകളും പ്രചാരത്തിലുണ്ട്. അതിൽപ്പെട്ട 101 കഥകൾ തിരഞ്ഞെടുത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പോൾ റബ്സ് എന്ന് പറയുന്ന ആൾ. സെൻ ഫ്ലഷ് സെൻ ബോൺസ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഇതിന് മലയാളത്തിലും മൊഴിമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച സെൻ ഫ്ലഷ് ആൻഡ് സെൻ ബോൺസ് എന്ന പുസ്തകത്തിൽ നിന്ന് 50 കഥകൾ തിരഞ്ഞെടുത്ത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട് ഗുരു നിത്യചൈതന്യതി. മൗനമന്ദഹാസം എന്നാണ് ഗുരു ആ പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറിയ വാക്കുകളിൽ വളരെ മനോഹരമായി സത്യത്തിലേക്ക് നമുക്ക് ഉൾക്കാഴ്ച കിട്ടാനുതകുന്ന ശക്തിയുള്ള കഥകളാണിതെല്ലാം. ഈ രണ്ട് പുസ്തകങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മളുടെ കഥാവിവരണം മുൻപോട്ട് പോകുന്നത്. കഥകൾ ഒന്നൊന്നായി പറഞ്ഞു പോകുന്നതാണ്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ കഥകൾക്കായി കാത്തിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. റാംസ് ലേണിംഗ് സെന്ററിന്റെ പേരിൽ നന്ദി അറിയിച്ചു കൊള്ളട്ടെ.